ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 7. ദൈവം നമ്മുടെ സങ്കേതം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം. 2019 ഇറങ്ങിയ ശ്രദ്ധേയമായ ലിറ്റിൽ വിമൻ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഇതിവൃത്തമായ നോവലിൻ്റെ പഴയ പുസ്തകം ഒരിക്കൽ കൂടി എടുത്തു. അതിലെ മാർമി എന്ന ബുദ്ധിമതിയും സൗമ്യയുമായ അമ്മയുടെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഓർത്തു. അവരുടെ അടിയുറച്ച വിശ്വാസവും അതിൽ നിന്ന് ഉത്ഭവിച്ച തൻ്റെ മക്കൾക്ക് നൽകുന്ന ശ്രദ്ധേയമായ പ്രോത്സാഹന വാക്കുകളും ഞാൻ ഓർത്തു. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം ഇതാണ്: പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും അനവധിയുണ്ടാകാം, എന്നാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ ശക്തിയും ആർദ്രതയും അനുഭവിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് അവയെല്ലാം അതിജീവിക്കാൻ കഴിയും. മാർമിയുടെ വാക്കുകൾ പ്രതിധ്വനിക്കുകയാണ് സദൃശവാക്യം 18:10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. പുരാതന നഗരങ്ങളിൽ ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അഭയം തേടാനായി ഗോപുരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് തങ്ങളുടെ ബലവും സങ്കേതവുമായ ദൈവത്തിങ്കലേക്ക് ഓടിച്ചെന്ന് ദൈവിക സംരക്ഷണത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയും. സദൃശവാക്യം 18-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മുടെ സംരക്ഷണം എന്നാണ്. നാമം എന്നത് ദൈവത്തെ തന്നെയാണ് കാണിക്കുന്നത്. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ എന്നാണ് തിരുവെഴുത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ദൈവിക സംരക്ഷണത്തിന് ആധാരം ദൈവത്തിൻ്റെ അതുല്യ ബലവും അശരണർക്ക് ആലംബമാകുവാനുള്ള ആർദ്ര ഹൃദയവുമാണ്. പ്രയാസത്തിലായിരിക്കുന്ന ഏവർക്കും നമ്മുടെ സ്വർഗീയ പിതാവ് തൻ്റെ ബലത്തിലും കരുണയിലും അഭയമേകുന്നു. ചിന്തിക്കുക, പ്രതിസന്ധികളിൽ നിങ്ങൾ എങ്ങനെയാണ് ദൈവശക്തി അനുഭവിച്ചത്? അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരുതൽ എപ്പോഴാണ് അനുഭവിച്ചത്? ദൈവത്തിന് മഹത്വം.